നമസ്കാരം. ഇന്ത്യയിലെ രണ്ടാമത്തെ ധനികനാണ് ഗുജറാത്തിൽ നിന്നുള്ള 62-കാരനായ വ്യവസായി ഗൗതം അദാനി. ഇന്ത്യയിലെ പ്രധാന തുറമുഖങ്ങളും വിമാനത്താവളങ്ങളും നിയന്ത്രിക്കുന്നത് ഗൗതം അദാനിയാണ്. റിയൽ എസ്റ്റേറ്റ് ഉൾപ്പെടെയുള്ള ബിസിനസ്സുകളിലും ഗൗതം അദാനി സജീവമാണ്. ചുരുങ്ങിയ കാലത്തിനുള്ളിൽ അമ്പരപ്പിക്കുന്ന വളർച്ചയാണ് അദാനി ഗ്രൂപ്പിനുണ്ടായത്. ഏറ്റവും കൂടുതൽ വിവാദങ്ങളിൽപ്പെട്ട വ്യവസായി എന്ന ഖ്യാതിയും അദാനിക്ക് തന്നെ. 1978 ബോംബെയിലാണ് അദാനിയുടെ ബിസിനസ് കരിയറിന്റെ തുടക്കം. 16-ാം വയസ്സിൽ പഠനം ഉപേക്ഷിച്ചാണ് അദ്ദേഹം വജ്ര വ്യവസായത്തിലേക്ക് ചുവടുവെച്ചത്. പിന്നീട് 1979 സ്വതന്ത്രമായി വജ്ര വ്യാപാരം ചെയ്തു. അതേ വർഷം തന്നെ സഹോദരൻ മഹാസുഖ് ഭായ് നടത്തുന്ന ഒരു പ്ലാസ്റ്റിക് ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നതിനായി ഗുജറാത്തിലേക്ക് മടങ്ങുകയും അതിന്റെ പ്രവർത്തനങ്ങളിൽ സഹായിക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെ 1988 ഉൽപ്പന്ന വ്യാപാരത്തിലേക്ക് ഇറങ്ങി. 1994 കമ്പനി ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്തു. അതാണ് ഇന്ന് നമ്മൾ കാണുന്ന അദാനി എന്റർപ്രൈസ് എന്ന ബിസിനസ് സാമ്രാജ്യം. അദാനിയുടെ വ്യവസായ സാമ്രാജ്യം ഇപ്പോൾ ആടി ഉലഞ്ഞു നിൽക്കുകയാണ്. സൗരോർജ്ജ കരാറുകൾക്കായി ഇന്ത്യൻ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകിയെന്ന കേസിൽ ഗൗതം അദാനിക്കും മറ്റ് 7 പേർക്കുമെതിരെ US കോടതി കുറ്റം ചുമത്തിയിരിക്കുകയാണ്. തമിഴ്നാട്, ആന്ധ്ര തുടങ്ങി 4 സംസ്ഥാനങ്ങളുടെ പേരുകൾ അതിൽ പരാമർശിച്ചിട്ടുണ്ട്. വൈദ്യുതി വിതരണ കമ്പനികളുമായി കരാറുണ്ടാക്കാൻ ആന്ധ്രയിലെ ഉദ്യോഗസ്ഥർക്ക് വൻ തുക വകമാറ്റി ചെലവഴിച്ചതായാണ് പ്രോസിക്യൂട്ടർമാർ ആരോപിക്കുന്നത്. US ആസ്ഥാനമായ ധനകാര്യ ഗവേഷണ സ്ഥാപനമായ ഹിൻഡൻബർഗ് റിസർച്ച് റിപ്പോർട്ടിൽ അദാനിയുടെ ഓഹരികൾ വ്യാജമായി വർദ്ധിപ്പിച്ചതായി ആരോപിച്ചിരുന്നു. ഈ റിപ്പോർട്ട് ഉയർത്തിയ വിവാദം കെട്ടടങ്ങി നിൽക്കുമ്പോഴാണ് പുതിയ ബോംബ് അദാനി ഗ്രൂപ്പിന് മേൽ പതിച്ചിരിക്കുന്നത്. സൗരോർജ്ജ കരാറുകൾ നേടിയെടുക്കാൻ അദാനി ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകിയെന്നും അമേരിക്കയിലെ സൗരോർജ്ജ നിക്ഷേപകരെ കബളിപ്പിച്ചെന്നുമാണ് ആരോപണം. US സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷന് വേണ്ടി ന്യൂയോർക്ക് ഫെഡറൽ കോടതിയിലാണ് കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. 16,000 കോടി രൂപയുടെ സൗരോർജ്ജ പദ്ധതികൾക്കായി 2020-നും 2024-നും ഇടയിൽ ആന്ധ്രാപ്രദേശ്, ഒഡീഷ സംസ്ഥാനങ്ങളിലെ ചില ഉദ്യോഗസ്ഥർക്ക് അദാനി 2,200 കോടി രൂപ കൈക്കൂലി നൽകിയെന്നാണ് പരാതി. 2021 ജൂലൈ മുതൽ 2022 ഫെബ്രുവരി വരെ ഒഡീഷ, ഛത്തീസ്ഗഡ്, ആന്ധ്രാപ്രദേശ് എന്നിവയുൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്കുള്ള സോളാർ പദ്ധതിയുടെ വിതരണ കരാറുകൾ അദാനി നേടിയിട്ടുണ്ട്. ഏകദേശം 16,000 കോടി രൂപ ലാഭം ലഭിക്കുമായിരുന്ന ഈ കരാറുകൾക്കായി ഉദ്യോഗസ്ഥർക്ക് നൽകാനുള്ള കൈക്കൂലി മറച്ചുവെച്ച് US നിക്ഷേപകരിൽ നിന്നും കടം കൊടുക്കുന്നവരിൽ നിന്നും അദാനി $300 മില്യൺ വായ്പകളും സെക്യൂരിറ്റികളും നേടിയിട്ടുണ്ട്. സൗരോർജ്ജ പദ്ധതി വിതരണ കരാർ ലഭിക്കാൻ ആന്ധ്രാപ്രദേശ് അധികൃതർക്ക് വൻ തുക കൈമാറ്റം ചെയ്തെന്ന ഞെട്ടിപ്പിക്കുന്ന വിവരം അമേരിക്കയുടെ കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. ആഭ്യന്തരമായി നിർമ്മിക്കുന്ന സൗരോർജ്ജ നിലയങ്ങൾ ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന 8,000 മെഗാവാട്ട് വൈദ്യുതി 2021 വിതരണം ചെയ്യാനാണ് അദാനി ഗ്രൂപ്പ് ശ്രമം നടത്തിയതെന്നാണ് പരാതിയിൽ പറയുന്നത്. എന്നാൽ ആ വൈദ്യുതി വാങ്ങാൻ സംസ്ഥാന സർക്കാരുകൾ നിശ്ചയിച്ച വിലയ്ക്ക് സ്ഥിരതയില്ലെന്നാണ് പറയുന്നത്. ഈ സാഹചര്യത്തിലാണ് 2021 അദാനി ആന്ധ്രയിലെ ഉന്നത ഉദ്യോഗസ്ഥരെ നേരിട്ട് കണ്ട് സംസാരിച്ചത്. അതായത് 2021 ഓഗസ്റ്റ് 7, സെപ്റ്റംബർ 12, നവംബർ 20 തീയതികളിലാണ് അദാനി ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഇതിന് പിന്നാലെ ആന്ധ്ര സർക്കാർ 7,000 മെഗാവാട്ട് വൈദ്യുതി വാങ്ങാൻ സമ്മതിച്ചു. ഇതിനായി ആന്ധ്രാപ്രദേശിലെ ഉദ്യോഗസ്ഥർക്ക് വൻ തുക കൈമാറുകയും ചെയ്തുവെന്ന് പരാതിയിൽ പറയുന്നു. കൈക്കൂലി മറച്ചുവെക്കുന്നതിന് ചില കോഡുകൾ ഉപയോഗിച്ചതായും US-ലെ പ്രോസിക്യൂട്ടർമാർ ആരോപിക്കുന്നു. സംഭവത്തിന് പിന്നാലെ മറ്റൊരു തിരിച്ചടിയും അദാനി ഗ്രൂപ്പിന് ഉണ്ടായിരിക്കുന്നു. കെനിയയിലെ പ്രസിഡന്റ് വില്യം റൂട്ടോയാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത്. കെനിയൻ ഇന്റർനാഷണൽ എയർപോർട്ട്, കെനിയൻ വൈദ്യുതി പ്രസരണ കമ്പനി എന്നിവയുമായി അദാനി ഗ്രൂപ്പ് ഏർപ്പെട്ട ഉടമ്പടികളെല്ലാം റദ്ദാക്കിയതായാണ് കെനിയൻ പ്രസിഡന്റ് അറിയിച്ചത്. അദാനിയുടെ വ്യവസായ സാമ്രാജ്യത്തിന്റെ ഭാവി എന്താകുമെന്നിനി കണ്ടു തന്നെ അറിയാം.